ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം ഉടനീളം ഈശ്വരൻ പ്രകൃതിയും നിരന്തരമായി ഒരേ ഒരു സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജാഗ്രത. യഥാർത്ഥത്തിൽ ജാഗ്രത ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടതാണ്. അത് നമ്മൾ പാലിച്ചില്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായി മറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. മറന്നപ്പോൾ ഓർമ്മിപ്പിക്കാൻ പ്രകൃതി ഒരു കടുങ്കൈ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ കടുങ്കൈയല്ല. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അമ്മമാർ ശകാരിക്കില്ലേ? കുട്ടികൾക്ക് ആ ബോധം വന്നിട്ടില്ല. ബോധം വരാതെ ആ താന്ന തലത്തിൽ മാത്രമാണ് കുഞ്ഞ് പ്രവർത്തിക്കുന്നത്. തിരിച്ചറിവില്ല. പേടികൊണ്ട് മാത്രമേ ആ തെറ്റ് ആവർത്തിക്കായിരിക്കുള്ളൂ. അപ്പുറത്തുനിന്നൊരു ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വെച്ചിട്ട് ചെയ്യില്ല. അതായത് ഇപ്പോൾ പശുവോ ആടോ മുയലോ മാനോ മറ്റ് രാജ്യങ്ങളിൽ പച്ചക്കറിയോ വല്ലതും അങ്ങനെ അതൊക്കെ വന്ന് കടിച്ചു തിന്നും. കേരളത്തിൽ തെങ്ങും തൈ എന്ന് പറയാം. അപ്പം മീനിനറിയില്ലത് പച്ചക്കറിയാണോ, അത് പുല്ല് തിന്നുന്ന പോലെ വിചാരിച്ചുകൊണ്ട് കഴിക്കുന്നതാണ്. എൻ്റെ വിശപ്പിന് തിരിച്ചറിവില്ല. ഇത് ചെയ്തുകൂടെ, ഇത് ചെയ്യാന്നുള്ള തിരിച്ചറിവില്ല. തിരിച്ചറിവില്ലാത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് വന്ന് കടിക്കുന്ന ഉടനെ നമ്മളുടനെ പറയും, ഓടു വിശ്വേ, ഓടും മുയലെന്നും പറഞ്ഞിട്ട് നമ്മളൊരു വടിയൊക്കെ എടുത്തിട്ട് ഒരു ദേഷ്യഭാവത്തിൽ ചെയ്യും. ഉള്ളിൽ ദേഷ്യമില്ല, അതിനൊന്ന് വിരട്ടാൻ വേണ്ടി നമ്മൾ കാണിക്കും. അപ്പം അതുപോലെ ജാഗ്രത നമുക്ക് വരുത്താൻ വേണ്ടി പ്രകൃതി നമുക്ക് തന്ന ഒരു അടിയാണിത്. എല്ലാ വർഷത്തെ പോലെയും സാന്ദ്രമായി പുറത്തിറങ്ങാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഷോപ്പിങ്ങിന് പോകാനും ഒന്നും സാധിച്ചെന്ന് വരില്ല. ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടതായുണ്ട്. ഇത് പുറത്തിറങ്ങാനുള്ള സമയമല്ല, അകത്തേക്ക് വെക്കാനുള്ള അവസരമാണ്. ഈശ്വരൻ അനുവദിച്ചു തന്ന ബാഹ്യമായ സ്വാതന്ത്ര്യം വിവേകത്തോടെയും ആത്മസമ്മേളനത്തോടെയും ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ പിന്നെ ഇനിയും കുറച്ച് നാൾ അകത്ത് നോക്കി തെറ്റുകൾ തിരുത്താൻ പഠിക്കും എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാകും. സിനിമാ കൊട്ടകയിൽ സിനിമ കാണാൻ ചെല്ലുന്നവരെ പോലെയായി തീർന്നിരിക്കുന്നു മനുഷ്യൻ. സിനിമ കണ്ടുകൊണ്ടേയിരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അവർ അതിൽ കാണുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദയയുടെയും സംഘർഷത്തിൻ്റെയും ഒക്കെ രംഗങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് മനസ്സലിഞ്ഞ് കരയുകയും ചിരിക്കുകയും ആഹ്ലാദപ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. എന്നാൽ അവരിൽ പലരും സ്വന്തം അച്ഛനമ്മമാരെയോ ഭാര്യയോ മക്കളെയോ അല്ലെ ഭർത്താവിനെയോ സ്നേഹിക്കുന്നവരായിരിക്കണമെന്നില്ല. പലരും കണ്ടുകൊണ്ട് ചിരിക്കുകയും കരയുകയും വെള്ളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് മറ്റുള്ളവർ അലുവോ സ്നേഹമോ ഇല്ലാത്തവരായിരിക്കും. ഈ സിനിമ കണ്ടുകൊണ്ട് ഈ ബഹളമൊക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവരുമായിരിക്കും. സഹജീവികളെ മനസ്സിലാക്കാത്തവരും അനൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാത്തവരുമായിരിക്കും. അവരാണ് ചലിക്കുന്ന ചിത്രങ്ങൾ നോക്കി കരയുകയും ചിരിക്കുകയും തുള്ളിച്ചാടുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും നമ്മൾ പറയുന്നില്ല. വാടിക്കൊഴിഞ്ഞ് ഇല്ലാതായ പൂവിൻ്റെ മണവും നിറവും ഭംഗിയും ഓർത്തിരിക്കുന്നത് പോലെ നഷ്ടപ്പെട്ട ഭൂതകാലത്തിനോടും ഭാവിയെക്കുറിച്ചുള്ള ദിവാസ്വപ്നങ്ങളും കാണുന്നതാണ് മനുഷ്യന് കൂടുതലും ഇഷ്ടം. ചുറ്റിനുമുള്ള യാഥാർത്ഥ്യമായി അവന് യാതൊരു ബന്ധവും ഇല്ലാതായി, അവയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ പോയി. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? പുറലോകത്തെ മാത്രം നോക്കിക്കൊണ്ട് അതിൽ അമിതമായി ഭ്രമിച്ച് അഹങ്കാരത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണ് നമ്മൾ പലരും ചെയ്യുന്നത്. സ്വന്തം നിലനിൽപ്പിൻ്റെ ആധാരം മറന്നു അവനവൻ്റെ സത്യം അറിയാൻ ഒരു തരുമ്പ് പോലും
പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആന്തരികമായതിൻ്റെ ഒരു ചെറുസ്ഫുരണം മാത്രമാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരവും ബാഹ്യലോകവും. അതായത് നമ്മളിപ്പോൾ വലിയൊരു തീക്കുണ്ടത്തിലൊരു തീപ്പൊരി മാത്രമാണ്. അണുവിലും അണുവേ സത്യ അഭയപ്രദമേ ശിവേ നമ്മൾ പറയുമല്ലോ, എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കറണ്ടില്ലെങ്കിൽ ഭീമാകാരമായ യന്ത്രം കൊണ്ട് എന്ത് പ്രയോജനം? ആധുനിക സയൻസും സാങ്കേതികവിദ്യയ്ക്കുമെല്ലാം ആശ്രയമായിരിക്കുന്നത് കറണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആണല്ലോ. അതുപോലെ അവനവൻ്റെ സത്യമറിഞ്ഞുള്ള ജീവിതമാണ് എല്ലാ പ്രശ്നങ്ങളും പ്രധാന കാരണം. നമ്മളിൽ ജീവോർജ്ജം ഉണ്ടെന്ന് നമുക്കറിയാം, എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഉറവിടം എന്തെന്നും അതുകൊണ്ട് ഏത് ലക്ഷ്യമാണ് സാക്ഷാത്കരിക്കേണ്ടതെന്നും നമുക്കറിയില്ല. ജീവൻ്റെ തുടുപ്പായി വ്യക്തി കുടികൊള്ളുന്ന ശക്തിക്ക് സമഷ്ടിയിൽ നിന്നും സകല ജീവരാശികളിൽ നിന്നും വേറിട്ട ഒരു നിലനിൽപ്പില്ലെന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല. അങ്ങനെ അപശ്രുതികൾ മാത്രം പുറപ്പെടുവിക്കുന്ന വീണക്കമ്പുകൾ പോലെ ആയിത്തീരുന്നു മനുഷ്യൻ്റെ ജീവിതം. ഈ അറിവ് കുറഞ്ഞ പക്ഷം ബുദ്ധിയിലെങ്കിലും ഉറയ്ക്കണം. ആ അറിവ് ഉണ്ടാകുമ്പോൾ സകല ജീവരാശികളും നമുക്ക് സ്വന്തവും ബന്ധുവുമാകും. ജീവനില്ലാത്തൊരു വെള്ളിത്തിരയിലെ ആരുടെയോ ഭാവനയിൽ മെനഞ്ഞെടുത്ത ചലിക്കുന്ന ചിത്രങ്ങളും കഥയും യാഥാർത്ഥ്യമാണെന്ന് കരുതി അവയുമായി താതാത്മ്യം പ്രാപിക്കുന്നു. കാണികളായ നമ്മളിൽ തീർച്ചയായും പരസ്പര സ്നേഹവും സൗഹൃദവും ദൈവവും കാരുണ്യവും ഒക്കെ അന്തർലീനമായി കുടികൊള്ളുന്നുണ്ട് നമ്മളിൽ, നമുക്കെല്ലാം അറിയുന്നതാണ്. പക്ഷേ അവയെ യാഥാർത്ഥ്യമായി ശ്രുതി ചേർത്ത് വയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. അത് സാധ്യമാണ്, അതിനുവേണ്ടി നിരന്തരം നമ്മൾ ശ്രമിക്കണം എന്നുള്ള സന്ദേശമാണ് മഹാപുരുഷന്മാരുടെ ജീവിതം നമുക്ക് നൽകുന്നത്. അന്തരംഗത്തിൽ പണ്ടും സന്തതാനന്ദത്തിൻ്റെ
കന്ധ്യം വന്നൻ അന്തരംഗത്തിൽ പൊന്തും സന്തതാനന്ദത്തിൻ്റെ ചന്ദ്രമാം അന്തരംഗത്തിൽ പൊന്തും സന്തതാനന്ദത്തിൻ്റെ ചന്ദ്രമാം പ്രകാശമേ ഗന്ധവാഹനൻ പോലെ ബന്ധിച്ചു സർവത്തിലും ബന്ധമില്ലാതെ വാഴാൻ ഉള്ളിൽ നീ വസിക്കുന്നു. ഗന്ധവാഹനൻ പോലെ ബന്ധിച്ചു സർവത്തിലും ബന്ധമില്ലാതെ വാഴാൻ ഉള്ളിൽ നീ വസിക്കുന്നു. ഗന്ധവാഹനൻ പോലെ ബന്ധിച്ചു സർവത്തിലും ബന്ധമില്ലാതെ വാഴാൻ ഉള്ളിൽ നീ വസിക്കുന്നു. ബന്ധിച്ചു സർവത്തിലും ബന്ധമില്ലാതെ വാഴാൻ ഉള്ളിൽ നീ വസിക്കുന്നു. ചിന്തിക്കും അനുരാഗി എന്തിനാ ജീവിക്കുന്നു. 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 ജന്തുവർഗത്തെ തന്നെ പിന്തുടരുന്നു. ചിന്തിക്കും അനുരാഗി എന്തിനാ ജീവിക്കുന്നു. ജന്തുവർഗത്തെ തന്നെ പിന്തുടരുന്നു. ചിന്തകൾ കന്ധ്യം വന്നൻ അന്തരംഗത്തിൽ പണ്ടും സന്തതാനന്ദത്തിൻ്റെ ചന്തമാം പ്രകാശം. ചിന്തകൾ കന്ധ്യം വന്നൻ അന്തരംഗത്തിൽ പണ്ടും സന്തതാനന്ദത്തിൻ്റെ ചന്തമാം പ്രകാശം. കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ.
The story of the Pandavas and the Kauravas and the Kurukshetra war took place approximately 5,000 years ago. In fact, it is not only a tale of Pandavas and the Kauravas, but a story of all of humanity. In that sense, Mahabharata is still happening wherever human beings exist. So, for all the personalities in Mahabharata, Lord Krishna is most prominent. Satyavati and Shakuni are the second most important characters. Next is Bhishma and Draupadi. The entire Mahabharata is dependent on these 5 characters from the beginning until the end. So let us begin with Satyavati. Realizing the reason for the sorrowful state of his beloved father who wanted to marry Satyavati, Devavrata, later known as Bhishma, approached the fisher community chieftain Dashraj, that was Satyavati's foster father, with the request of giving away his daughter Satyavati in marriage to Shantanu. Even though the request from Prince Devavrata was far beyond his imagination, the chief, out of his fear for security for his daughter, put forth one condition for the marriage to take place. He wanted a promise to be given that only Satyavati's son should become the future heir to the throne of Hastinapura. Being a devout son, Devavrata immediately took an oath that he would remain a brahmachari, unmarried, throughout his life and never claim the throne. It was this oath that gained him the name Bhishma. Though seemingly innocent, Satyavati was a power monger. This we could see after her marriage with Shantanu. The other side of Satyavati's character, her latent tendencies including greed, deviousness and the impetus to carry out her own agenda gradually become evident, unfolds. Here we realize how intelligent Satyavati is. It is true that Satyavati did not directly demand the boon of making her sons the future kings of Hastinapura from Devavrata, but her silence was an approval that clearly communicated her heartfelt wish. This wasn't the only occasion Satyavati demonstrated her cleverness or brilliance. One must remember how astutely she handled sage Parashara's request before her marriage to Shantanu. Before yielding to the sage's desire, she wanted the sage to bless her with 4 boons. 1. No one should see them engaged in copulation, to which the sage obliged. 2. She then reminded the sage that it is important to remove her awful body odor. The sage turned her fish-like smell into the fragrance of musk. 3. She wanted her son to be very famous and wise among men. The child born to them was Vedavyasa himself. 4. She must continue to be a virgin even after giving birth. Done, responded the sage. So, the point is, Satyavati was not only smart and intelligent, but she was also a progressive woman, a wise, practical, confident female ahead of her times, but at the same time, fearful of society. Satyavati would have been a perfect fit for the 21st century, I would say. However, once she became the queen of Hastinapura, her thirst for power obscured her ability to discriminate, which led to destruction of an entire dynasty. The first step in her decline occurred when Satyavati silently supported Dashraj, her foster father, when he told Devavrata Bhishma that only Satyavati's son should become the future kings of Hastinapura. And she maintained that deep silence throughout the conversation between Devavrata and Dashraj. Her silence could only be seen as her total agreement with whatever her father asked or demanded on her behalf. In that moment,
Bhishma took an oath and disowned the throne and decided to live the life of a bachelor. Everything that happened after that went wrong. So the history of Mahabharata begins there. Now, after the marriage, Satyavati had two children with King Shantanu, Chitrangada and Vichitravirya. The latter died at a young age due to overindulgence, and the older one was killed in a battle. During this period, Satyavati had to ensure the safety of the kingdom from the invasion of enemies and had to instill courage and faith in her two daughter-in-laws. She handled both situations proficiently. She also saved her daughter-in-laws from observing sati, a custom prevalent in those days, where the wife had to jump into the funeral pyre of her husband and end her life. Nevertheless, by the end of her life, we see an irate, grief-stricken and discontent Satyavati. With the death of her grandson Pandu, Satyavati became depressed. Wisdom dawned, but it was too late. She couldn't hold things together anymore. In that state of utter failure, she had no other choice but to listen to her son, Vyasa. He said, "The green years of the earth are gone. Do not be a witness to the suicide of your own race." This was the words of Veda Vyasa. So she retired to the forest and spent the rest of her life in contemplation. So here, I'm reminded of one of Amma's beautiful sayings. Amma says the first step is important. Here in Satyavati's life, she took a wrong step. A life rooted in dharma will lead you along the right path, the right thoughts at the right time. On the contrary, greed will lead you in the opposite direction. So this is what Satyavati's life teaches us.